ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ദുശ്ശീലങ്ങളെ എങ്ങനെ ജയിക്കാം, ബുദ്ധൻ്റെ നിത്യജ്ഞാനം. നിങ്ങൾ എല്ലാവരും ഒരിക്കൽ എങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് അവസാനത്തേത്, ഇനി ഞാൻ ചെയ്യില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ശീലങ്ങൾ ആവർത്തിക്കും. എന്തുകൊണ്ട് നമുക്ക് ഈ ദുശ്ശീലങ്ങൾ വിറ്റുമാറാൻ കഴിയുന്നില്ല? ഗൗതമ ബുദ്ധൻ പറഞ്ഞത് വളരെ ലളിതമാണ്. പ്രശ്നം നമ്മുടെ ശക്തിയില്ലായ്മയല്ല, പ്രശ്നം നമ്മുടെ മനസ്സാണ്. പക്ഷേ ഇതിൻ്റെ ഗുഡ് തിങ് എന്ന് പറഞ്ഞാൽ, നല്ലതെന്ന് പറഞ്ഞാൽ, നമ്മൾ പരിശീലിപ്പിച്ചാൽ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഒന്നാമത്തത് ബോധവൽക്കരണം. ബുദ്ധൻ പഠിപ്പിച്ചത് എല്ലാം ആരംഭിക്കുന്നത് ബോധവൽക്കരണത്തിലൂടെയാണ്. ഈ ദുശ്ശീലങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, ചെറിയ ചിന്തകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അത് പ്രവൃത്തികളാവുന്നു, പിന്നെ അത് ശീലമായിട്ട് മാറുന്നു. അതുകൊണ്ട് ആദ്യം സ്വയം കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ ശീലം നിങ്ങൾ നിരീക്ഷിക്കുക. സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്, എന്താണ് കാരണം, മുൻപ് ഈ ശീലം തുടങ്ങുന്നതിന് മുൻപും ശേഷവും ഞാൻ എങ്ങനെ അനുഭവിക്കുന്നു. ബോധവൽക്കരണം ശീലത്തിൻ്റെ ചക്രം തകർക്കാം. രണ്ടാമത്തത് കാരണം മനസ്സിലാക്കുക. ബുദ്ധൻ പറഞ്ഞു, ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. ഓരോ ദുശ്ശീലത്തിനും പിന്നിൽ ഒരു ആഗ്രഹമുണ്ട്. പുകവലി, അതെപ്പോഴാണ് ആളുകൾ ആശ്വാസത്തിനുള്ള ഒരു ആഗ്രഹം വരുമ്പോഴത്തേക്ക് പുകവലിച്ച് ആശ്വാസം കിട്ടുമെന്ന് ഉള്ള ധാരണ, അപ്പോൾ ആളുകൾ അതിന് അഡിക്റ്റ് ആവുന്നു. അധിക ഭക്ഷണം ചിലർ കഴിക്കുക, അതൊരു ദുശ്ശീലമാണ്. അധിക ഭക്ഷണം കഴിക്കുക, മാനസിക ആശ്വാസം കിട്ടാൻ വേണ്ടി ചിലർ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഓക്കെ, മടുപ്പ്, ചിലർ ലേസിനെസ് കാണിക്കുന്നു, എപ്പോഴും ചുമ്മാ എന്ന ടൈം വേസ്റ്റ് ചെയ്യുന്നു. അസൗകര്യം ഒഴിവാക്കാനുള്ള ആഗ്രഹം. അപ്പം ശീലത്തോട് പോരാടണം, നമ്മളത് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഉണ്ടാക്കുന്ന ആഗ്രഹം നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തത് മനസ്സാക്ഷി, മൈൻഡ്ഫുൾനെസ് അഭ്യസിക്കുക. ബുദ്ധൻ ഏറെ പ്രാധാന്യം നൽകിയതാണിത്. ശീലം വരാൻ തോന്നുന്ന സമയത്ത് ഉടനെ പ്രതികരിക്കരുത്. ഒരു നിമിഷം നിൽക്കുക, ശ്വാസം ആഴത്തിലെടുക്കുക. ആ ആഗ്രഹത്തെ ഒരു തിരമാല പോലെ നോക്കുക. അത് വരും, പിന്നെ പോകും. നിങ്ങളതിനെ അനുസരിക്കേണ്ടതില്ല. 4, മാറ്റം വരുത്തുക, റീപ്ലേസ് ചെയ്യുക, ഡോണ്ട് റിമൂവ് ഇറ്റ്. ബുദ്ധൻ പറഞ്ഞത് ഒഴിവാക്കൽ മാത്രമല്ല, മാറ്റമാണ് അനിവാര്യമായിട്ടുള്ളത്, പ്രധാനമെന്ന്. ഈ ദുശ്ശീലം നിർത്താൻ മാത്രം ശ്രമിക്കരുത്, അത് നല്ലതോടെ മാറ്റുക. ഇപ്പം നമ്മൾ ഒരു ദുശ്ശീലമാണ് കോപം വന്നാൽ സഹനം, പേഷ്യൻസ്, അത് പ്രാക്ടീസ് ചെയ്യുക. കോപം കുറയ്ക്കാനുള്ള പിന്നെ ധ്യാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. സമയങ്ങൾ, വേസ്റ്റിംഗ് ടൈം, ആ സമയത്ത് എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുകയോ മറ്റുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഇത് ചെയ്താൽ അത് നമുക്ക് സമയം കളയിൽ നിന്ന് ഒഴിവാകാം. നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ നന്ദി പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഒന്നിനെ നമ്മൾ നിർത്തുമ്പോൾ മറ്റൊന്ന് അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. 5-മത്തത് ചെറിയ ചുവടുകൾ എടുക്കണം. നമ്മൾ മാറ്റങ്ങൾ ഓവർനൈറ്റ് കൊണ്ട് ഹാപ്പൻ ചെയ്യത്തില്ല. അപ്പം ചെറിയ ചെറിയ സ്മാൾ സ്റ്റെപ്സുകൾ എടുക്കാം. ബുദ്ധൻ പറഞ്ഞതാണ്, തുള്ളി തുള്ളിയായി കലം നിറയും. വലിയ മാറ്റം നമുക്ക് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. ഓരോ ദിവസവും ചെറിയ പുരോഗതി, ചെറിയ നല്ല തീരുമാനങ്ങൾ, സ്ഥിരതയാണ് വിജയത്തിൻ്റെ രഹസ്യം.
യു ഹാവ് ടു ഡു ഇറ്റ് എവറി ഡേയിലും നമ്മളിത് പരിശ്രമിക്കണം, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ. ആറാമത്തെ, നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുക. ബുദ്ധൻ മനസ്സിനെ ഒരു കാണ്ടാമൃഗത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. പരിശീലിപ്പിക്കാത്ത മനസ്സ് ആ മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കും. പരിശീലിപ്പിച്ചാൽ അത് നിങ്ങളെ ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന് മൈൻഡിനെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ധ്യാനം, മെഡിറ്റേഷൻ, ആത്മനിയന്ത്രണം, പോസിറ്റീവ് ചിന്തകൾ, ഇതൊക്കെ പരിശീലിപ്പിച്ചാൽ നമുക്ക് മനസ്സിൻ്റെ നല്ല ഇതോടുകൂടി നമ്മൾക്ക് ഉയർച്ചയുണ്ടാവും. ഈ ദുശ്ശീലങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, അത് ഒരു സന്ദേശമാണ്. നിങ്ങളുടെ മനസ്സിന് ശ്രദ്ധ ആവശ്യമുണ്ടെന്ന് ഗൗതമ ബുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രധാനമായും ബോധവൽക്കരണം, അവെയർനെസ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതിൻ്റെ കാരണം മനസ്സിലാക്കുക, മനസ്സാക്ഷിയോടെ ജീവിക്കുക, നല്ലതോടെ മാറ്റുക, ചെറിയ ചുവടുകൾ എടുക്കുക. നിങ്ങളുടെ ക്ഷമയോടെ ഇരിക്കുക. മാറ്റം ഒരു യാത്രയാണ്, ഒരു നിമിഷം കൊണ്ടൊന്നും അത് സംഭവിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ശീലങ്ങളല്ല, അവ മാറ്റാൻ കഴിയുന്ന വ്യക്തിയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ.